ജോർജിയൻ ഓർത്തഡോക്സ് സഭയുടെ ദീർഘകാല തലവനായിരുന്ന ഇലിയ രണ്ടാമൻ തന്റെ 93-ാം വയസ്സിൽ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. രാജ്യത്തുടനീളം ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിച്ച ഇലിയ രണ്ടാമൻ മാർച്ച് 17-നാണ് അന്തരിച്ചത്. 1977-ൽ പാത്രിയാർക്കീസായി തിരഞ്ഞെടുക്കപ്പെട്ട ഇലിയ രണ്ടാമൻ ഏകദേശം 5 ദശാബ്ദക്കാലം ജോർജിയൻ ഓർത്തഡോക്സ് സഭയെ നയിച്ചു. സോവിയറ്റ് ഭരണകാലത്ത് മതാചാരങ്ങൾക്ക് കടുത്ത നിയന്ത്രണങ്ങൾ നേരിട്ടിരുന്ന സാഹചര്യത്തിൽ സഭയെ ശക്തമായി നിലനിർത്താൻ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. 1991-ൽ ജോർജിയ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം രാജ്യത്തിന്റെ ആത്മീയവും സാംസ്കാരികവുമായ ശൂന്യത പരിഹരിക്കാൻ സഭയെ അദ്ദേഹം കൂടുതൽ സജീവമാക്കി. 2002-ൽ മുൻ പ്രസിഡന്റ് എഡ്വേർഡ് ഷെവർഡിനാൻസയുമായി ഉണ്ടാക്കിയ കരാറിലൂടെ സഭയ്ക്ക് പ്രത്യേക പദവി ലഭിക്കുകയും വിദ്യാഭ്യാസം, സംസ്കാരം, പൊതുജീവിതം എന്നിവയിൽ വലിയ സ്വാധീനം നേടുകയും ചെയ്തു. സമീപകാലത്ത് സാമൂഹിക വിഷയങ്ങളിൽ പരമ്പരാഗത നിലപാടുകൾ കൈക്കൊണ്ടതിലും ആഗോള സംഘർഷങ്ങളിൽ സമാധാനത്തിനായി ആഹ്വാനം ചെയ്തതിലും ഇലിയ രണ്ടാമൻ ശ്രദ്ധേയനായിരുന്നു. നിലവിലെ ഇടക്കാല നേതാവായ മെത്രാപ്പൊലീത്ത ഷിയോ മുജീരി അദ്ദേഹത്തെ ഒരു കാലഘട്ടത്തെ നിർവചിച്ച വ്യക്തിയെന്നാണ് വിശേഷിപ്പിച്ചത്. പുതിയ പാത്രിയാർക്കീസിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നടപടികൾ 40 ദിവസത്തിനകം പൂർത്തിയാകുമെന്ന് സഭാ അധികൃതർ അറിയിച്ചു. അദ്ദേഹത്തിന്റെ മൃതദേഹവും വഹിച്ച് പാത്രിയാർക്കൽ വസതിയിൽ നിന്ന് ടിബിലിസിയിലെ ഹോളി ട്രിനിറ്റി കത്തീഡ്രലിലേക്ക് നടത്തപ്പെട്ട വിലാപയാത്രയിൽ ആയിരക്കണക്കിന് വിശ്വാസികളും സർക്കാർ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. രാജ്യത്ത് പതാകകൾ പാതിയിറക്കി ദുഃഖാചരണം തുടരുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കേന ന്യൂസ്.